ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് നമ്മൾ ഒരു പുതിയ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. മലയാളം ലെറ്റേഴ്സ് ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പാരൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിട്ട് ഇന്ന് മുതൽ വർക്ക്ഷീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓരോ ദിവസം ഓരോ ലെറ്റേഴ്സ് പഠിക്കുന്ന രീതിയിലാണ് വർക്ക്ഷീറ്റ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് എങ്കിലും ഓരോ ദിവസം നിങ്ങളുടെ കുട്ടി എവിടെയാണെങ്കിലും ഈ വർക്ക്ഷീറ്റ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളെ ഓരോ ദിവസം ഓരോ ലെറ്റേഴ്സ് പഠിപ്പിച്ച് അവരെ റിവിഷൻ ചെയ്ത് പോകാനായിട്ട് കഴിയും. അങ്ങനെയുള്ള വർക്ക്ഷീറ്റ്സ് ആണ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ലെറ്റർ ആയാണ്, ഫസ്റ്റ് ലെറ്റർ ആയുടെ വർക്ക്ഷീറ്റാണ്. ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്കും അവൈലബിൾ ആണ്. അതിനായിട്ട് നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാം. 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം, ട്യൂഷനായിട്ട് വേണമെങ്കിൽ അതിനായിട്ടും, അതുപോലെ വർക്ക്ഷീറ്റ്സ് ആവശ്യമാണെങ്കിൽ അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആ എന്ന അക്ഷരമാണ്. നിങ്ങൾക്ക് അത് ഓരോ ദിവസം ഓരോ ലെറ്റർ എന്ന രീതിയിലോ അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കൽ ഒരു ലെറ്റർ എന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ എന്ന അക്ഷരമാണ്. ആദ്യം അവർക്ക് പരിചയപ്പെടുത്താനായിട്ട് ആ എന്ന അക്ഷരം ഇവിടെ ഉണ്ട്. ആദ്യം ഈ അക്ഷരത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അക്ഷരത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അക്ഷരചിത്രം, ആ അക്ഷരം വായിച്ച് ആ പിക്ചറിൻ്റെ പേര്, ആ ചിത്രത്തിൻ്റെ പേരെന്താണെന്ന് പറയുന്നു. അങ്ങനെ ആ അക്ഷരം അവരുടെ മനസ്സിൽ പതിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അഭിഷായ് ഉണ്ട്. അഭിഷായ് റെഡിയാണോ? യെസ്. അഭിഷായ്, ഈ അക്ഷരത്തിന്റെ പേരെന്താണെന്ന് അറിയാവോ? ആ ആ ആ ആ എന്ന അക്ഷരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതും ആ എന്ന അക്ഷരമല്ലേ? ആ ആ ആ അമ്മ. ഇതെന്താ? അരി. അപ്പൊ എങ്ങനെയാ വായിക്ക? ആ ആ അരി. ഇതാരാ അഭിഷായ്? അണ്ണാൻ. ആരാണ്? അണ്ണാനാണ്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് വായിച്ചേ. ഓക്കെ, ഒരിക്കൽ കൂടി വായിക്കാവോ? എന്നാ വായിച്ചേ, ആദ്യം മുതൽ വായിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യം അവർക്കുള്ളത്. ഇതിന് ശേഷം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അക്ഷരചിത്രം. അക്ഷരം എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവർ പഠിച്ച അക്ഷരം അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അഭിഷേക് പഠിച്ച അക്ഷരം ഈ കൂട്ടത്തിൽ ഉണ്ട്. അതൊന്ന് സർക്കിൾ ചെയ്തേ. ഏതാണ് അക്ഷരത്തിന്റെ പേര്? എന്താണ് അക്ഷരത്തിന്റെ പേര്? ആ. വെരി ഗുഡ്. ഇനിയുണ്ടോ? നോക്കി, ഇനിയുണ്ടോ? ആ എന്ന അക്ഷരം ഇനിയുണ്ടോ? ഇല്ല. അപ്പൊ ഈ അക്ഷരത്തിന്റെ പേരെന്താണ്? ആ. ആ, വെരി ഗുഡ്. ഇനി നമുക്ക് ആ എഴുതാൻ പഠിക്കാവോ? അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആക്കൊന്ന് നിറം നൽകാം. ഈ ആക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിറം നൽകി വരണം. ഓക്കെ, ഇവിടെ നിന്ന് നിറം നൽകി ഇതുപോലെ റാ പോലെ വരണം കേട്ടോ. ഓക്കെ, റാ പോലെ വരണം. യെസ്. ഓക്കെ, ഇനി 3 റാ പോലെ വന്ന് 3 എഴുതണം. റാ പോലെ വന്ന് 3 പോലെ എഴുതിയേ. യെസ്, 3 പോലെ. ഇനി വീണ്ടും റാ എഴുതിയേ. റാ. ആ എന്ന അക്ഷരം നിറം നൽകിയിട്ടുണ്ട്. ആ എന്ന അക്ഷരം നിറം നൽകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് റാ പോലെ എഴുതി 3 എഴുതുക, വീണ്ടും ഒരു റാ എഴുതുക, എന്നിട്ടൊരു രാ എഴുതുക. ഈ രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാകും. അടുത്ത് ചെയ്യാൻ പോകുന്നത് ആ കളർ ചെയ്ത അതേ രീതിയിൽ ആ എഴുതാനായിട്ട് പോവുകയാണ്. അഭിഷായ്, കളർ ചെയ്തതുപോലെ ഇതൊന്ന് എഴുതിയേ. റാ എഴുതി. അഭിഷേക് എങ്ങനെയാ റാ എഴുതിയേ? റാ പോലെ എഴുതി 3 എഴുതി, വീണ്ടും ഒരു റാ എഴുതി, വീണ്ടും ഒരു രാ എഴുതി. അപ്പോൾ എന്തായി? ഏതക്ഷരമായി? ആ എന്ന അക്ഷരമായി. ഇനി ആ എന്ന അക്ഷരം എഴുതാവോ? യെസ്.
നെക്സ്റ്റ് സ്റ്റെപ്പ് ആ എന്ന അക്ഷരം എഴുതാൻ പഠിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ദ എഴുതുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എഴുതാനായിട്ട് പഠിക്കുന്നത്. ആദ്യം ദ എന്ന അക്ഷരം. ദ എന്ന അക്ഷരം പഠിച്ചിട്ടില്ല എങ്കിൽ റാ എന്ന് എഴുതി 3 എഴുതാൻ പഠിപ്പിക്കുക. ഓക്കെ, അടുത്ത എന്താണ് അഭിഷായ്? റാ എഴുതി 3 എഴുതി മുകളിൽ പോയി ടച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് റാ എഴുതി 3 എഴുതി റാ എഴുതി വീണ്ടും. ഓക്കെ, റാ എഴുതി 3 എഴുതി കുത്തുകളിൽ കൂടി എഴുതിയേ. ഓക്കെ, കുത്തുകളിൽ കൂടി റാ എഴുതി 3 എഴുതി വീണ്ടും ഒരു റാ എഴുതി രാ എഴുതുക. ഇതിന് മുകളിൽ കൂടി എഴുതണം കേട്ടോ. അപ്പോൾ അതൊന്ന് എറേസ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടി എഴുതിയേ. ഇതുപോലെ വരാൻ പാടില്ല. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇതുപോലെ അവർ എഴുതി പഠിക്കുമ്പോൾ ആ എന്ന അക്ഷരം അവർ കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് പഠിക്കും. അതിനുശേഷം വരുന്നത് അ അ അമ്മ. അതായത് ആ എന്ന അക്ഷരത്തിലാണ് അമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ആ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ എഴുതണം എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ആക്ടിവിറ്റി. ഓക്കെ, യെസ്, ഓക്കെ, വെരി ഗുഡ്. പക്ഷെ എന്ത് തെറ്റാ വന്നേ? ഇതുപോലെ വരാൻ പാടുണ്ടോ? ഓക്കെ, വീണ്ടും ആ എഴുതിയേ. അതിന് മുകളിൽ കൂടി തന്നെ എഴുതണം കേട്ടോ, എന്നാലേ ശരിയാവത്തുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഏതാണ് ഈ അക്ഷരം? അ അ അ അമ്മ. അപ്പൊ അമ്മ അമ്മ ആ എഴുതിയേ. ഓക്കെ, അമ്മ എഴുതി കഴിഞ്ഞോ? അതുപോലെ അ അ അരി അ അ അണ്ണാൻ എഴുതാവോ? വായിച്ചേ. അ അ അരി. അപ്പൊ അരിയുടെ ആദ്യത്തെ അക്ഷരം എന്താ? ആ. അമ്മയുടെ ആദ്യത്തെ അക്ഷരം എന്താ? ആ. അ അമ്മ അ അരി. ഓ, അണ്ണാൻ എഴുതാവോ? വായിച്ചേ. അ അ അണ്ണാൻ അ അമ്മ അ അരി അ അണ്ണാൻ. ഓക്കെ, നിങ്ങൾക്കും ഈ വർക്ക്ഷീറ്റ്സ് സ്വന്തമാക്കാം. ഈ വർക്ക്ഷീറ്റിന് ചെറിയ തുക നൽകി നിങ്ങൾക്കും ഈ വർക്ക്ഷീറ്റ് സ്വന്തമാക്കാനായിട്ട് കഴിയും. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഓക്കെ, നമുക്കിനി അടുത്തത് ചെയ്യാവോ? നെക്സ്റ്റ് വരുന്നത് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങൾക്ക് നിറം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോ പേരും അവരെ കൊണ്ട് പറയിക്കുക. അതിൽ ആ എന്ന ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് നിറം നൽകിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, അഭിഷായ് ഏത് അക്ഷരമാണ്? ആ. ഇതാരാണ്? ആമ. ആയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ? അല്ല. ഇതാരാ? അമ്മ. ആയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ? യെസ്. അപ്പോൾ ഈ അമ്മയ്ക്ക് നിറം നൽകണം കേട്ടോ. ഓക്കെ, ഇതാരാ? ഇതെന്താ? ലീഫ്. ലീഫിന് എന്താ പറയുന്നേ? മാച്ച് ചെയ്യുന്നു. ഓക്കെ, മാച്ച് ചെയ്തോളൂ. ആ അമ്മ. ഓക്കെ, ഇതെന്താണ്? ഇല. ലീഫ്, ഇല. ഇല ആയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഇല്ല. ഓക്കെ, ഇതെന്താണ്? അരി. അരി എന്തിലാ സ്റ്റാർട്ട് ചെയ്യുന്നേ? ആ. അപ്പോൾ ആയിലേക്ക് വരച്ചേ. വെരി ഗുഡ്. ഇതാരാ? ഈച്ച. അപ്പോൾ ആയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ? ഇല്ല. ഇതാരാ? അണ്ണാൻ. അണ്ണാൻ ആയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ? തന്നെ. ഓക്കെ, അപ്പോൾ ആയിലേക്ക് വരച്ചോളൂ. അഭിഷേക് ഇതിന് ശേഷം കളർ ചെയ്യണം കേട്ടോ. ഇതിന് കളർ നൽകണം, ഇഷ്ടമുള്ള നിറം നൽകാം. നെക്സ്റ്റ് ആക്ടിവിറ്റി പഠിച്ച അക്ഷരം, അവർ എഴുതാൻ പഠിച്ച അക്ഷരം ബോർഡിൽ എഴുതിക്കുക എന്നുള്ളതാണ്. അഭിഷേക് ഇതൊരു ഗേളാണ്, ഇതൊരു ബോയ് ആണ്, പെൺകുട്ടി ആൺകുട്ടി. അപ്പോൾ അഭിഷേക് ഒരു അക്ഷരം ഇപ്പോൾ പഠിച്ചല്ലോ. ഏതാണ് അക്ഷരം? ആ. ആ എന്ന അക്ഷരം ഈ പെൺകുട്ടിയുടെ ബോർഡിൽ എഴുതണം, ആൺകുട്ടിയുടെ ബോർഡിൽ എഴുതണം. റെഡിയാണോ? എഴുതിയേ. ആ എന്ന അക്ഷരം എങ്ങനെ എഴുതുക? റാ എഴുതി, 3 എഴുതി,
മുകളിൽ പോയി ടച്ച് ചെയ്ത് വീണ്ടും ഒരു റാ എഴുതി. ആ ര. വെരി ഗുഡ്. ഇവിടെ എഴുതിയേ. ഓക്കെ, വെരി ഗുഡ്. ഈ അക്ഷരം ഏതാണ്? ആ. 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 അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. Yes. അടുത്ത് വരുന്നത് ഇവിടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇവർ കറക്റ്റ് ഓർഡർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി. ആ എന്ന അക്ഷരത്തിൽ അവർക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല, കാരണം ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് അക്ഷരം മുതൽ, അടുത്ത അക്ഷരം മുതലാണ് അവർക്ക് റിവിഷൻ ചെയ്യേണ്ട, പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്ന് റിവിഷൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ വരിക. അപ്പോൾ ഇതിൽ അവർക്ക് ആ മുതൽ റ് വരെ ആദ്യം കറക്റ്റ് ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്കറിയാം ഇത് അമ്മയാണെന്നറിയാം. ആ, അമ്മ. ഇവിടെ എഴുതാനുള്ള അക്ഷരം ആയാണ്. ഓക്കെ, അതാണ് അടുത്ത ആക്ടിവിറ്റി, അടുത്ത വർക്ക്. മോനെ ഇതാരാ? അമ്മ. അമ്മ. അമ്മ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാ? ആ. ആ. ആ, അമ്മ. അപ്പോൾ ഇവിടെ എന്ത് അക്ഷരം എഴുതാനുള്ളേ? ആ. ഓക്കെ, വെരി ഗുഡ്. നല്ലതുപോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അഭിഷേക് പഠിച്ച അക്ഷരം ഏതാ? ആ. നമ്മൾ പഠിച്ച ആദ്യത്തെ അക്ഷരം ഏതാ? ആ. ഇനി നമുക്ക് 2 വരെ ഇട്ട് ബുക്കിൽ ആ എന്ന അക്ഷരം എഴുതാവോ? റെഡിയാണോ? നമുക്ക് 2 ലൈൻസ് ബുക്കിൽ 10 ടൈംസ് ആ എന്ന അക്ഷരം എഴുതി പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു അക്ഷരം പഠിച്ചു. ഇന്ന് പഠിച്ച അക്ഷരത്തിന്റെ പേര് ആ. ആ. ആ, അമ്മ. ആ. ആ, അരി. ആ. ആ, അണ്ണാൻ. ഓക്കെ, വിച്ച് ലെറ്റർ ഇസ് ദിസ്? ഏത് അക്ഷരമാണ്? ആ. ആ. ഈ ഒരു വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ ആ എന്ന അക്ഷരം കുട്ടികൾ പഠിച്ചു കഴിയും. ഇനി ആ എന്ന അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത അക്ഷരം പഠിച്ചാൽ മതി. അപ്പോൾ ഓരോ ദിവസം ഓരോ അക്ഷരം എന്ന രീതിയിൽ ഈ ചലഞ്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്കും അവൈലബിൾ ആണ്. ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. 9746487799 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ആയിട്ട് ഈ വർക്ക്ഷീറ്റ് ചെറിയൊരു തുകയ്ക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത അക്ഷരവുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.